കരിങ്കൊടി പ്രതിഷേധത്തിന്റെ മറവിൽ KSU പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന് വിധേയയായ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കൈരളി ന്യൂസിനൊപ്പം ഉള്ളത്. മിൻസ, സ്വാഗതം. താങ്ക് യു. അന്ന് കണ്ണൂരിൽ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ ഒരു വലിയ ക്യാമ്പയിൻ അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ വലിയ തോതിൽ മിനിസ്റ്റർക്കെതിരായി ഇത്രയും വലിയ ആക്രമണം നേരിട്ടിട്ടും ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അതിനകത്ത് ആളുകളുടെ ഒരു സംശയം ജനിപ്പിക്കും വിധത്തിലേക്ക് ഒരു ക്യാമ്പയിൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ആളുകൾ പറഞ്ഞു ഇതിന് വിധേയമായത് ആരാണ്? മന്ത്രിയാണ്, വീണ ജോർജ് എന്ന സ്ത്രീയാണ്. അവരിതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിട്ടും അവരെക്കുറിച്ച് മോശമായി പ്രചാരണം നടത്താൻ ശ്രമിക്കുന്നു. മിനിസ്റ്റർ കൂടി പറയട്ടെ, അവരനുഭവിച്ചത് എന്താണെന്ന് അറിയട്ടെ, എന്നാലല്ലേ നമുക്ക് കാര്യം മനസ്സിലാകൂ എന്ന് പറയുന്ന വളരെ ജെന്യുവിനായ ഒരു ചർച്ചയുടെ തലവും കേരളത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മിനിസ്റ്ററെ ആ ദിവസങ്ങളിൽ ദൃശ്യങ്ങളിൽ കണ്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഒട്ടും സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു പ്രചാരണം UDFിൻ്റെ ഭാഗത്ത് നിന്ന് വിശേഷിച്ച് കോൺഗ്രസ് സൈബറിടങ്ങളിൽ നിന്നുണ്ടായി. അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ താങ്കൾക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്? ഞാൻ കണ്ണൂരിലന്ന് എത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആദ്യത്തെ ഫേസ് പൂർത്തിയായി. അപ്പോൾ അതിൽ 100 ബെഡുള്ള ആശുപത്രിയുണ്ട്, താളിയോല മാനുസ്ക്രിപ്റ്റ് സെൻ്ററുണ്ട്, പിന്നെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുള്ള ആദ്യ ഫേസാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിഫ്ബിയിലൂടെയാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടം ലോകത്തിന് സമ്മാനിക്കുന്ന, കേരളം ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. ലോകം കേരളത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ പങ്കെടുത്തത് പെരിങ്ങോമിലുള്ള നമ്മുടെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം. അത് നേരത്തെ അവിടെ പഴയ ഓടിട്ട കെട്ടിടമാണ് ഉണ്ടായിരുന്നത്, പെരിങ്ങോമിൽ. അവിടെ നല്ലൊരു അതിമനോഹരമായ ഒരു പുതിയ കെട്ടിടം സാധ്യമായി. ഇപ്പോൾ 3 CMO പോസ്റ്റുകൾ അവിടെ അനുവദിച്ചു, ഒരു JC പോസ്റ്റ് അനുവദിച്ചു. അപ്പോൾ ഒരു മലയോര ജനതയുടെ ഒരു ആഘോഷമായിരുന്നു ആ പെരിങ്ങോമിൻ്റെ അവിടെ അന്ന് കണ്ടത്. അതിനുശേഷം പുഴാതിയിൽ അഴീക്കോട് മണ്ഡലത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഞാൻ രാവിലെ ട്രെയിനിലാണ് പോകുന്നത്. രാവിലെ മുതൽ തലശ്ശേരിയിൽ നിന്ന് ഞാൻ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ വഴിയിൽ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. അത് ആവട്ടെ, കാരണം ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇരിക്കൂരിൽ എത്തിയപ്പോൾ എൻ്റെ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിക്കുന്ന സ്ഥിതിയുണ്ടായി. കരിങ്കൊടിയുമായിട്ട് വന്നവർ ഗ്ലാസ്സിൽ വന്ന് കാറിൻ്റെ ഗ്ലാസ്സിൽ വന്ന് അടിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം ഞാനിപ്പോൾ കണ്ണൂരിൽ പ്രസംഗിച്ചത് അവിടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അവിടെ ഞാൻ പ്രസംഗിച്ചത് എന്തിനാണ് ഈ കരിങ്കൊടി പ്രയോഗം. ഇപ്പോൾ കണ്ണൂരിലെ ഉദാഹരണം തന്നെ എടുത്താൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കിയതിനാണോ? അവിടെ ജില്ലാ ആശുപത്രി കിഫ്ബിയിലൂടെ പുതിയ കെട്ടിടം അടുത്തിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അവിടെ കാത്ത് ലാബ് സാധ്യമാക്കിയതിനാണോ? അവിടെ കൂത്തുപറമ്പിലെ ഇപ്പോൾ തൊട്ടടുത്താണ് ഉദ്ഘാടനം കഴിഞ്ഞത്. കൂത്തുപറമ്പ്, ഇരിക്കൂർ, ഇരിട്ടി, പേരാവൂർ, അങ്ങനെ തുടങ്ങി എല്ലാ മണ്ഡലത്തിലും. അതുപോലെ ഇപ്പോൾ പെരിങ്ങോമിൽ, പയ്യന്നൂർ ഒരു ആദ്യത്തെ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതിപ്പോൾ പെരിങ്ങോമിലെ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി വരെയുള്ള എല്ലായിടത്തും പുതിയ കാലത്തിൻ്റെ നിർമ്മാണമായി. ഇനി അതുമാത്രമല്ല, മലബാർ ക്യാൻസർ സെൻറ്ററിന് ഇപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ദിവസം രാജ്യത്ത് നിർമ്മിത ബുദ്ധിയിലൂടെ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിലും ചികിത്സ നൽകുന്നതിലും തിരഞ്ഞെടുക്കപ്പെട്ട 10 സ്ഥാപനങ്ങളിൽ ഒന്ന് നമ്മുടെ മലബാർ ക്യാൻസർ സെൻറ്ററാണ്. ആ മലബാർ ക്യാൻസർ സെൻറ്റർ ഇന്ത്യയിൽ ഇപ്പോൾ കാർട്ടിസെൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങളെ ചികിത്സിക്കുന്ന, അത് സ്വകാര്യ മേഖലയിലാകുമ്പോൾ വലിയ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചിലവേറിയ ചികിത്സയാണ്. അത് നമ്മൾ സൗജന്യമായി ചെയ്യുന്നു. ഇതൊക്കെ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത ഇതിനാണോ നിങ്ങളുടെ ഈ കരിങ്കൊടി പ്രയോഗം? അങ്ങനെയാണെങ്കിൽ ആ കരിങ്കൊടിയെ ഞാൻ പൂമാലയായിട്ട് സ്വീകരിക്കുന്നു. കരിങ്കൊടിയെ പൂമാലയായി സ്വീകരിക്കുന്നു. കണ്ണൂർ ഞാൻ പ്രസംഗിച്ചു അവിടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അവിടെ. നേരത്തെ ഈ വീട്ടിൽ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറി പൂട്ടും പൊളിച്ചകത്ത് കയറി റീത്ത് വെച്ചപ്പോൾ അന്ന് മിനിസ്റ്റർ പറഞ്ഞത് ഈ റീത്ത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളം വെക്കുന്ന ഒരു അവസ്ഥ വരും എന്നാണ് അന്ന് പറഞ്ഞത്. അതെ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം പെരിങ്ങോമിലും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ പെരിങ്ങോമിൽ പോയപ്പോഴും ഇതേപോലെ കരിങ്കൊടികളാണ്. അപ്പോൾ ഈ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ.
അത് നിശ്ചയമായും സമരത്തിന് അവകാശം ഉണ്ടെന്ന് പറയുമ്പോഴും ആ സമരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണ്ടേ. ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരു അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഏത് നിയോജക മണ്ഡലം എടുത്ത് നോക്കിയാലും അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ സാധ്യമായതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനം നടന്ന ഒരു കാലഘട്ടമാണ്. ചികിത്സയിൽ പുതിയ സംവിധാനങ്ങൾ, ഇപ്പോൾ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ളവ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഇന്നലെ നമ്മളെടുത്ത 25 വയസ്സ് വരെ SMA സ്പൈനൽ മസ്കുലർ അട്രോഫിയുള്ള ഇവരുടെ ചികിത്സ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പോലും സൗജന്യ ചികിത്സ നൽകുന്നില്ല. അവിടെയാണ് 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കെയർ എന്നൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു. കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റയർ ഡിസീസസ്. എന്തിനാണത്? ഒരു വയൽ മെഡിസിൻ 1.5 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കാലുറയ്ക്കാതെ, അവർക്ക് നടക്കാൻ കഴിയാതെ, അവർക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിൽ മാതാപിതാക്കൾ വിഷമിക്കുകയോ സ്പൈനൽ മസ്കുലർ അട്രോഫി ആണെങ്കിൽ അതിൽ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആദ്യം 5 വയസ്സിൽ നമ്മൾ തുടങ്ങി, പിന്നെ 6 ആയി, 7 ആയി, 12 ആയി, ഇപ്പോൾ 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അത് മരുന്ന് നൽകുകയാണ്. ക്രൗഡ് ഫണ്ടിങ്ങിലൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ ആളുകൾ ഓടിക്കൊണ്ടിരുന്നത്. അതെ 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 അതിൽ നിന്ന് മാറി ഒരു സ്റ്റേറ്റ് അത് ഏറ്റെടുക്കുകയാണ്. അതെ, ഒരു സ്റ്റേറ്റ് ഏറ്റെടുക്കുകയാണ്. അത് ആദ്യമായിട്ട് രാജ്യത്ത് അങ്ങനെ ഒരു ഏറ്റെടുക്കൽ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ചികിത്സാപരമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും കാത്തലാബുകളായി. ഇപ്പോൾ ഇടുക്കിയിൽ മാത്രമാണ് നമുക്ക് ശേഷിച്ചിരുന്നത്. അടിമാലിയിലും ഏതാനും ദിവസങ്ങൾക്കകം കാത്തലാബ് സജ്ജാവുകയാണ്. അപ്പോൾ പണ്ട് ലാബുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു പേപ്പർ കൊണ്ടുപോയി. ആ പേപ്പർ ഒരു മാതൃഭൂമി പത്രമാണെന്ന് തോന്നുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 250 ലാബുകൾ സ്ഥാപിക്കുന്നതിന് പറഞ്ഞു, പക്ഷേ കഴിഞ്ഞില്ല എന്നുള്ളത്. ഏതാണ്? രക്തം പരിശോധിക്കുന്ന നമ്മുടെ സാധാരണ ലാബുകൾ. അവിടെയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ സ്ഥാപിച്ചത്. ഹൃദ്രോഗ ചികിത്സ. ഒരു ദിവസം 200 ആൻജിയോപ്ലാസ്റ്റികൾ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിലെ കാത്ത് ലാബിൽ നടക്കുന്നുണ്ട്. ഒരു ദിവസം 3000 ഡയാലിസിസ് സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര ആയിരക്കണക്കിന് സർജറികൾ, മേജർ സർജറിയും മൈനർ സർജറിയും നമ്മുടെ ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണക്കെടുക്കുമ്പോൾ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ ഒരു വർഷം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ ആണ് അപ്പോൾ ചികിത്സാപരമായിട്ടുള്ള കാര്യം. അതിലൊരു കാര്യം കൂടി, ഇത്രയും ഇൻഡെപ്തായിട്ട് അക്കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ സർക്കാർ മേഖലയിൽ ഇത്തരം ഡയാലിസിസും എല്ലാം ഏറ്റവും സൗജന്യമായ നിരക്കിൽ, വളരെ കുറഞ്ഞ നിരക്കിൽ ചെയ്യുമ്പോൾ വരുന്നൊരു ഗുണമെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഫീസ് കൂട്ടാനും റേറ്റ് കൂട്ടാനും കഴിയുന്നില്ല. അതൊരു അതിൻ്റെ ഒരു മറ്റൊരു നേട്ടം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പണ്ടൊക്കെ നമ്മൾ പല ബോർഡുകൾ അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന ആശുപത്രിയിൽ വരൂ, ആൻജിയോപ്ലാസ്റ്റി 6 ലക്ഷം രൂപയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞ് പരസ്യവാചകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ എന്താ ചെയ്യുന്നത്? സർക്കാർ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ കാസ്പിൽ ഉള്ള ആളല്ല എങ്കിൽ ആ സ്റ്റെൻറ്റിൻ്റെ വില മാത്രം. അപ്പോൾ ഒരു 60,000 രൂപ, അല്ല 2 എണ്ണം ആണെങ്കിൽ 1,20,000. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 60,000 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നേരെ ഇത് കുറയ്ക്കാനായിട്ട് നിർബന്ധിതരായി എന്നുള്ളതാണ്. ഈവൻ ഡയാലിസിസിൻ്റെ ചാർജ് പോലും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സമാന്തര ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെ ഇത് ലഭ്യമാണ്. അതുകൊണ്ട് ഇത് കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യം കൂടിയാണ്. നമുക്ക് അതിലേക്ക് പുറകെ വരാം. അങ്ങനെ അസ്വസ്ഥരായ ഒരു കൂട്ടർ വേറെ നിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ പരിപാടികൾക്ക് ശേഷം മിനിസ്റ്റർ വരുന്നത്. അതെ അതെ. അപ്പോൾ ഇരിക്കൂരിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കൂരിലും കണ്ണൂർ തലശ്ശേരിയിലും ഒക്കെ തന്നെ ഈ തരത്തിൽ കരിങ്കൊടി ഒക്കെ ഉണ്ടായി. അതിന് ശേഷം ഞാൻ കണ്ണൂർ ടൗണിലേക്ക് വരുമ്പോൾ അവിടെ തൊട്ടുമുന്നിൽ പൈലറ്റ് ജീപ്പുണ്ട് പോലീസിൻ്റെ. അപ്പോൾ ആ പൈലറ്റ് ജീപ്പ്, അവിടെ ഒരു ട്രാഫിക് ജാമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ കാരണം പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുകയാണ്. അതിന് മുന്നിൽ വാഹനങ്ങളുണ്ട്. ഈ ഒരു 10-12 പേര് നടന്നു വന്നിട്ട് നമ്മുടെ ഫ്ലാഗ് പോസ്റ്റ് വളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അപ്പോഴും എനിക്ക് വന്ദേ ഭാരതിലേക്ക് പോകണം. അപ്പോൾ 3 മണി കഴിഞ്ഞു, 3:10 മറ്റോ ആയി. എനിക്ക് ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലെത്തി. ഒരു 5 മിനിറ്റ് പരമാവധി ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എല്ലാം അതെ, ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. അതെ അതെ അതെ, ചില കണ്ണികളാണല്ലോ ഇതിന്. അതെ അതെ. അപ്പോൾ ഒരു കയ്യിൽ ബാഗ്, മറ്റൊരു കയ്യിൽ എൻ്റെ ഒരു ഡയറി, ഒരു വലിയ ഡയറിയാണ്. അതുകൊണ്ട് കാരണം എനിക്ക് ട്രെയിനിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത് അവിടെ ഒരു ലോക്കൽ ചാനലിൻ്റെ ഒരു ക്യാമറയുണ്ട്. പിന്നെ 3-4 അല്ലാതെ ക്യാമറകൾ പിടിച്ചുകൊണ്ട് ആളുകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു, ഇവിടെ ആളുകൾ നിൽപ്പുണ്ടല്ലോ, കാരണം ഇവിടെ പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ സാധാരണ നിലയിൽ
ഇങ്ങനെ ക്യാമറകൾ ഇവിടെ വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഇവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, അയ്യോ നടന്ന് നീങ്ങല്ലേ, ഞങ്ങൾ കൂടി വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ പോലീസ് കൂടെ വന്ന് അവരെൻ്റെ ചുറ്റുമുണ്ട്. ഞാനത് കാണുന്നുണ്ട്. തുടക്കത്തിൽ നടക്കുമ്പം ഈ പോലീസ് ഓഫീസേഴ്സും പോലീസുകാരും പുറകിലുണ്ട്. അതെ അതെ, മിനിസ്റ്റർ ഇങ്ങനെ ചേർന്ന് തന്നെയാണ്. അതെ അതെ. കുറച്ച് കഴിഞ്ഞ് സംഭവം ഉണ്ടാകുമ്പോഴാണ് അവർ വരുന്നത്, വലയം തീർക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ അവരോട് ചിരിച്ച് വർത്താനം പറഞ്ഞാണ് വരുന്നത്. ഞാനിത് പറഞ്ഞിട്ടാണ് വരുന്നത്. വരുമ്പോൾ ഈ നമ്മുടെ ആദ്യം ഈ ടിക്കറ്റ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറുകളുള്ള അവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കയറുകയാണ്. കയറുമ്പോൾ ഒരു 3-4 പേർ മുദ്രാവാക്യം വിളിച്ച് ആക്രോശിച്ച് ഓടി വരികയാണ്. നേരെ മുമ്പിൽ നിന്നല്ലേ? നേരെ മുന്നിൽ നിന്ന്. അതായത് അവർ മറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ വിഷ്വൽ കാണുന്നുണ്ടല്ലോ, ഇന്നലെ ഞാൻ ആ വിഷ്വൽ കണ്ടിരുന്നു. അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കും. അതെ, അവർ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ച് പതുങ്ങിയിരുന്നിട്ട് ഒരു പുലിയൊക്കെ ഒരു ഇരയെ കാണുമ്പോൾ ചാടി വീഴുന്ന അതുപോലെയാണ് ഇവർ ഒളിച്ചിരുന്നിട്ട് ആ സമയമാകുമ്പോഴേക്കും ഇവർ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാടി വീഴുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ അതിലൊരാളുടെ കരിങ്കടി ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തേക്ക് മറ്റൊരാൾ ആ സമയത്ത് പോലീസിൻ്റെ ശ്രദ്ധ ആ ആളിലേക്ക് പോയി. ആ സമയത്ത് കരിങ്കുടിയുള്ള ആൾ. അപ്പോൾ രണ്ടാമത്തെ ആൾ ഈ പോലീസ് വലയത്തിനുള്ളിൽ നിന്ന എൻ്റെ അടുത്തേക്ക് ആ രണ്ടാമത്തെ ആൾ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ വിഷ്വലിൽ തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അവിടെ നിൽപ്പുണ്ട്. അവിടെ ആണ് ഒരു പിടിവലിയും ബഹളവും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയൊരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണല്ലോ. എല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ശരീരം നൊന്തു, എനിക്ക് ശരീരം വേദനിച്ചു. അവിടെ നമുക്ക് ആ ഒരു ശരീരം വേദനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വളരെ ഇമോഷണലായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നടക്കണ്ടേ. അപ്പോഴത്തേക്ക് പോലീസ് വരെ പിടിക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ. കാരണം ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ. അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്നൊരു കരിങ്കൊടി കാണിക്കുന്നതും നടന്നു പോകുമ്പോൾ ഒരു കരിങ്കൊടി കാണിക്കുന്നതും ഒരു കാറിന് നേരെ ഓടുന്ന കാറിൻ്റെ സൈഡിൽ നിന്നൊരു കരിങ്കൊടി കാണിക്കുന്നതും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നടന്നു പോകുമ്പോൾ നടക്കുന്നതിന് നേരെ ആക്രോശിച്ചോടി വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ഇതിൽ ആ നിലയിൽ അത് കയറി ഓടി വരിക എന്ന് പറയുകയും അവിടെ ആ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു ക്ലിയർ ഇൻറ്റൻഷനോട് കൂടിയാണ്, ഒരു ആക്രമണമാണ്. മിനിസ്റ്റർ പറയുന്നത് ഈ സമരത്തിൻ്റെ ഒരു രീതിയും ഭാവവും വിട്ടിട്ട് ഭയപ്പെടുത്തും വിധത്തിലേക്ക് അടുത്ത് പാഞ്ഞു വരിക എന്ന നിലയാണ്. സ്വാഭാവികമാണല്ലോ. കണ്ണൂരിൽ കണ്ടതും അനുഭവിച്ചതും അതാണ്. തീർച്ചയായിട്ടും അതെ. കാരണം നമ്മളിപ്പോൾ ഒരു സമരം നടക്കുന്നു. അപ്പോൾ സമരം നടക്കുമ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ കരിങ്കൊടി കാണിക്കുക എന്ന് മാത്രമാണെങ്കിൽ ശരി, കരിങ്കൊടി കാണിച്ചിട്ട് അവർ പോവാം. അല്ലെ ആ സൈഡിൽ നിന്നിട്ട് വലിയ ബലപ്രയോഗങ്ങളൊന്നും പോലീസിനോടും ചെയ്യാതെ പോലീസ് തടയുന്നു. പോലീസ് തടയുന്നതിൻ്റെ ഇടയിലൂടെ അവർ കരിങ്കൊടി കാണിക്കുന്നു. അവരുടെ ഇത് അവർ നിർവഹിക്കുന്നു. എന്നിട്ട് അവർ പോകുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് പ്ലാൻഡ് ആണ്. ഒരാളിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ വന്നു, കരിങ്കൊടിയുമായിട്ട് വന്ന ഒരാളിലേക്ക്. അപ്പോഴത്തേക്ക് മറ്റൊരാൾ ഇതിനകത്തൂടെ കയറി നമ്മുടെ ഇതിനകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒരു ക്ലിയർ കോൺസ്പിറസിയുടെ എലമെന്റ് അതിനകത്ത് തീർച്ചയായിട്ടും പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും പോലീസിന്റെ അറ്റൻഷൻ ഒരാളിലേക്ക് എത്തിക്കുക. ആ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. അവിടെ മിനിസ്റ്ററുടെ അടുത്തേക്ക് ഒരാൾക്ക് വരാൻ പറ്റും. അതെ, അത് ക്ലിയർ ആയിട്ട് വിഷ്വൽസിലുണ്ട്. ഈ വനിതാ പോലീസ് ഓഫീസറും മിനിസ്റ്ററും മറ്റു പോലീസുകാർ അതിനുള്ളിൽ ഞങ്ങളുടെ അടുത്തേക്കാണ്. വനിതാ പോലീസ് ഓഫീസറും ഞാൻ ഒന്നിച്ചാണ് നിൽക്കുന്നത്. മുഖാമുഖം ഞങ്ങളുടെ അടുത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ അന്ന് രാവിലെ അതിലൊരു വിഷ്വലൂടെ ഞാൻ കണ്ടിരുന്നു. അതായത് വയനാട് നിന്ന് മറ്റോ എന്തോ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അയാൾ പറയുകയാണ്, നിന്റെ വെളുത്ത മുഖം ഞങ്ങൾ കറുപ്പിക്കും. വളരെ ഹീനവുമായിട്ടുള്ള നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള മര്യാദകൾ പാലിക്കാതെ ഉള്ള വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയോടോ ഒരു സ്ത്രീയോടോ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത നിലയിലുള്ള വാചകങ്ങളാണ്. നീ വയനാട്ടിൽ വരൂ, നിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യും, നിന്റെ വെളുത്ത മുഖം ഞങ്ങൾ കറുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അകത്തേക്ക് ഓടി വരുന്ന ആളിൻ്റെ കരിങ്കൊടി ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അയാൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഒരു ബാഗ് ധരിച്ചിരുന്നതായിട്ട് ഇയാൾ കാണുന്നുണ്ട്. ഇയാളെ അടുത്തേക്ക് വന്ന ആൾ. അപ്പോൾ അയാളുടെ തോളിൽ ബാഗ് ഉള്ളതായിട്ട് നമുക്ക് വിഷ്വലി കാണാം. അപ്പോൾ ഇയാളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഈ പറഞ്ഞ മെസ്സേജ് പോലെ അല്ലേ? അതെ. ഇനി എന്തായിരുന്നു അയാളുടെ കരിങ്കൊടിയുമില്ല. ഇല്ല. അപ്പോൾ അയാളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു?
അപ്പോൾ ഒരു ഫിസിക്കൽ ഒരു ആക്രമണത്തിന് അവർക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഒരു കാരണവശാലും അവർ ആ പോലീസ് വലയം ഭേദിച്ച് എൻ്റെ അടുത്തേക്ക് വരില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയായിട്ടുള്ള എൻ്റെ അടുത്തേക്ക് അവർ വരില്ല. ഒരു ഫ്ലാഷ് ബാക്ക് എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ മാധ്യമപ്രവർത്തകയായിരിക്കുന്ന കാലത്ത് ആ വാർത്ത ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കേശവേന്ദ്രകുമാർ എന്ന് പറയുന്ന IAS ഓഫീസർക്ക് നേരെ കേസുകാർ കയറി കരിയോയിലൊഴിച്ച ഒരു സംഭവം പണ്ട് തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. യെസ് യെസ്. ഇത് ബാഗുള്ളയാൾ കരിങ്കൊടി ഇല്ലാതെ മന്ത്രിക്ക് മുമ്പിലെത്തി ബാഗ് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അതെ അതെ, ഇത് ഒരു ബാഗ് ധരിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല, കായികമായിട്ട് ആക്രമിക്കേണ്ട എന്നാണെങ്കിൽ എന്തിനാണ് ഇവർ ഈ വലയം ഭേദിച്ച് ഉള്ളിലേക്ക് വന്നത്? അതൊരു വളരെ ട്രോമാറ്റിക് ആയിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യലാണ്. അതെ, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനാണ്. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു ഭീകരത അനുഭവിക്കുകയുള്ളൂ. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രെയിനിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് പോകുന്നത്. ആ സമയത്താണ് ഈ നിലയിലുള്ളൊരു ആക്രമണം, വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അന്നേരം നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഈ ആൾ കണ്ണൂർ ജില്ലക്കാരനല്ല, അയാൾ മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഇതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമല്ല, ഒരു സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഒരു ആലോചന ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. വയനാട് നിന്നൊരാൾ പറയുന്നു, നിൻ്റെ മുഖത്ത് അവളുടെ മുഖം ഞങ്ങൾ കറുപ്പിക്കും. മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇൻട്രൂഡ് ചെയ്ത്, അതായത് ആ ഒരു ഇത് വലയം ഭേദിച്ച് അകത്തേക്ക് വന്നിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇതൊരു വളരെ ഒരു ഫിസിക്കൽ അസോൾട്ട്, ഒരു കായിക ആക്രമണം വെൽ പ്ലാൻഡ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിലവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. കാരണം മിനിസ്റ്റർക്ക് നേരെ അവരുദ്ദേശിച്ച പോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ട് കടന്നാക്രമിക്കാൻ കഴിയുന്നു, ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നു. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു എൻ്റെ ശരീരം നൊന്തു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ ബഹളത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ പിടിവലിയുണ്ട്, അതിനിടയിൽ ഇയാളെ ഒന്ന് മെരുക്കി പിടിച്ച് നിർത്താനായിരിക്കുമല്ലോ പോലീസ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അയാളുടെ ലക്ഷ്യം മിനിസ്റ്ററാണ്. ഇതിനിടയിലാണോ ഈ പറഞ്ഞ ശരീരം നൊന്ത ഒരവസ്ഥ ഉണ്ടായത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടുകൾ പറയുന്നതും നമുക്ക് ശരീരത്തിന് ക്ഷതമേറ്റു എന്നുള്ളതാണല്ലോ. ഈ കഴുത്തിന്റെ ഈ കൈകളിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലേക്കുള്ള നാഡികൾക്ക് ക്ഷതമേറ്റു എന്നാണ് MRIയുടെ ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു അവർ സൃഷ്ടിച്ചൊരു സാഹചര്യം, അതിലൂടെ നമുക്ക് ഈ തരത്തിലുള്ള ക്ഷതമേൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം വേദനിച്ചു. അതോടൊപ്പം തന്നെ അതിനുശേഷം അടുത്ത കൂട്ടം വരുന്നുണ്ട്. അടുത്ത കൂട്ടരും വന്ന് ഇതുപോലെ അവരെ പോലീസ് മാറ്റിക്കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറയുന്നു, ഈ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ നേരിട്ട ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസമുണ്ട്, വലിയൊരു ഭയപ്പാടും ഉണ്ട്, ശരീരത്തിനുണ്ടായ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ നോർമൽ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു അതെ, ഒരാൾ നമ്മുടെ നേരെ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഈ നിലയിൽ ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും ഈ ചാനലുകൾ എൻ്റെ പുറകെ ഉണ്ട്. ഒരു ചാനലും. അപ്പോൾ ഞാൻ തിരിഞ്ഞവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നെ വെറുതെ വിട്ടൂടെ? കാരണം ഞാൻ അത്രയും വല്ലാതെയായി എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഒരു ഷാറ്റേഡ് ആയിരുന്നോ, അല്ലെങ്കിൽ അത്രയും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളിലൂടെ ആയി, മനസ്സും അങ്ങനെയായി. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വെറുതെ വിട്ടൂടെ? നിങ്ങൾ എന്തിനാണ് എന്നെ പിന്നാലെ വരുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു, വിഷ്വൽ അവർ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കയ്യിൽ ബാഗ് പിടിക്കാൻ പറ്റുന്നില്ല. കയ്യിൽ എൻ്റെ ഡയറിയും ബാഗും എനിക്ക് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ മിനിസ്റ്റർ വരുമ്പോൾ കയ്യിൽ ഈ പറഞ്ഞ ബാഗും ഫയലും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അതെ. അപ്പം ഞാൻ അതിന് മുമ്പ് പക്ഷെ അതിന് ശേഷമുള്ള കാര്യം. അപ്പോൾ അതെ, അപ്പം ഞാൻ സാധാരണ എൻ്റെ കയ്യിലുള്ള ബാഗോ ഇതൊന്നും ഞാൻ ഒരാളുടെയിലും കൊടുക്കാറില്ല. ഞാൻ തന്നെയാണ് ഇത് പിടിക്കുക. ഒരാളുടെ കയ്യിലും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറില്ല സാധാരണ നിലയിൽ. ഇപ്പോൾ അല്ലാതെ ചില ഇറങ്ങുമ്പോഴോ വല്ലതും ഒക്കെ കൊടുത്താലോ അല്ലാതെ ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാൻ തന്നെയാണ് എപ്പോഴും പിടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഗൺമാൻ്റെ അഭിലാഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ബാഗ്, എൻ്റെ കൈക്കൊരു പ്രശ്നം തോന്നുന്നു. പ്ലാറ്റ്ഫോമിൽ നടക്കുമ്പോഴാണ്, മുന്നോട്ട് നടക്കുമ്പോൾ.
അപ്പോൾ എന്നിട്ട് നമ്മൾ എസ്കലേറ്ററിൽ കയറി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം മുന്നോട്ട് നടന്നവർ പറഞ്ഞാൽ എസ്കലേറ്ററിൽ കയറി. അപ്പോഴേക്കും ട്രെയിനിൻ്റെ സമയം ആയി, ഏതാണ്ട് 1-2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എസ്കലേറ്ററിൽ കയറുമ്പോഴും ഞാൻ ഇവരോട്, അപ്പോഴത്തേക്ക് എനിക്ക് ചെവിക്ക് വേദന എടുക്കാൻ തുടങ്ങി. ആദ്യം ചെവിക്കാണ് എനിക്ക് വേദന എടുക്കുന്നത്. അപ്പോൾ ചെവിക്ക് വേദന എടുക്കാൻ തുടങ്ങി, കഴുത്തിന് വേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് പെയിൻ ഇങ്ങോട്ട് ഇതേപോലെ തന്നെ ഷോൾഡറിലേക്ക് പെയിൻ വ്യാപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് നല്ല വേദനയായി തുടങ്ങുന്നുണ്ട്, എനിക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് താഴോട്ട് ഇറങ്ങി തന്നെ ഇരിക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇറങ്ങുമ്പോൾ ആ വിഷ്വൽസ് കാണിക്കുന്നുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇറങ്ങുമ്പോൾ ഞാനവിടെ നിന്നിട്ടാണ്, എനിക്ക് പിടിച്ച് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് ഇറങ്ങും. അപ്പോൾ ഞാനവിടെ നിന്നിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വന്ന് അവിടെ ആ കോൺക്രീറ്റിൻ്റെ അവിടെ തൂണിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അപ്പോഴേക്കും എനിക്ക് ഇവിടെ നല്ല പിടുത്തായി, നല്ല വേദനയായി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ റേഡിയേറ്റിംഗ് പെയിനുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ആ വേദന കഴുത്തിലേക്കും കയ്യിലേക്കും അതുപോലെ ചെവിയിലേക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ലതായിട്ട് വേദനയായി, കണ്ണിൻ്റെ ഇവിടെയും എല്ലാം ആ വേദന ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ, കാരണം എനിക്ക് പിറ്റേ ദിവസം 26-ന് പത്തനംതിട്ട പരിപാടിയുണ്ട്, 26, 27, 28 ഒക്കെ പത്തനംതിട്ട പരിപാടിയാണ്. നമ്മളുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ പക്ഷേ ഇവിടേക്ക് എനിക്ക് ഇനിയും ഹോസ്പിറ്റലിൽ പോവാതെ വരാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ആ യാത്ര ക്യാൻസൽ ചെയ്തു എന്നൊക്കെ ഉള്ളത്, ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത് തീരുമാനിച്ചു. നടക്കില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഈ സെർവൈക്കൽ കോഡിന് ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ സംശയം. BP വളരെ ഹൈ ആയിരുന്നു. കാരണം ഈ ഒരു സാഹചര്യം അത്ര ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അപ്പോൾ അതിന് ശേഷം അവിടെ ഒബ്സർവേഷനിലായിരുന്നു ജില്ലാ ആശുപത്രിയിൽ. അവിടെ നിന്ന് അപ്പോൾ പരിയാരത്ത് നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് നിർബന്ധമായിട്ടും MRI സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ചെറിയ രീതിയിലൊരു കൈക്കൊരു ബലക്കുറവും ഇതും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് എടുക്കണം എന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെയാണ് രാത്രി. അപ്പോൾ ആദ്യം എനിക്ക് പരിയാരത്ത് പോകാൻ വയ്യ, ഞാൻ വല്ലാതെ ഒന്നാമത് ക്ഷീണിതയാണ്, അതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളിലും പിടിവലിയിലും ഉന്തും തള്ളും ഈ നമ്മുടെ ശരീരത്തിനേറ്റ് ഇതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് പോകാനായിട്ട് ഞാൻ പറഞ്ഞ് കുറച്ച് ഇപ്പോൾ പോകുന്നില്ല, പിന്നെ പോകാം എന്ന് പറഞ്ഞു. പക്ഷേ അവർ നിർബന്ധപൂർവ്വം പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ സ്കാൻ ചെയ്തപ്പോൾ സെർവിക്കൽ ഈ കോഡിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നാഡികൾക്ക് ക്ഷതം ഉണ്ടായിട്ടുണ്ട്, കംപ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുമൂലമുള്ള വേദന വളരെ വളരെ ശക്തമായ വേദനയായിരിക്കും എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പെയിൻ കില്ലേഴ്സും പാച്ചും ഒക്കെ ഉണ്ട്, അതനുസരിച്ചിട്ട് പെയിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ പറഞ്ഞ പോലെ വളരെ അടുത്തേക്ക് എത്തി ഒരു വളരെ അസുഖകരമായ ഒരു സാഹചര്യമാണെന്ന് ആ സമയത്ത് സൃഷ്ടിച്ചത് അല്ലേ? തീർച്ചയായിട്ടും അതെ. നമ്മുടെ ഈ പോലീസ് വലയം ഭേദിച്ചാണല്ലോ ഇയാൾ അകത്തേക്ക് വരുന്നത്. അകത്തേക്ക് വന്നിട്ട് ഈ വനിതാ പോലീസ് ഓഫീസറെയും എന്നെയും അതുപോലെ ഈ വനിതാ പോലീസ് ഓഫീസറെ അയാൾ ഉപദ്രവിച്ചു എന്നുള്ളതാണ് എനിക്ക് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാകാനുള്ള പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ അപ്പോൾ. പക്ഷെ പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ ആ പോലീസ് ഓഫീസർക്കും ഉപദ്രവിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വളരെ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മനുഷ്യത്വപരമല്ലാത്ത ഒരു പ്രവർത്തനമാണ്. പ്രതികരിക്കാം, ഇപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാം, പ്രതിഷേധിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഒരു കായിക ആക്രമണത്തിലേക്കോ ശാരീരിക ആക്രമണത്തിലേക്കോ ഇതിനെ ഈ നിലയിൽ കൊണ്ടുപോകുന്നത് അത് ശരിക്കും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത് ചിലർ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാതില്ലേ, ഈ ചികിത്സയായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പുറത്തെ ചില ഈ സംശയം ജനിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടന്നു കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിലൊന്ന് പിന്നീട് മാധ്യമങ്ങളിലാണ് താങ്കളുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകും. ഈ വനിതാ പോലീസ് ഓഫീസറെയും മിനിസ്റ്ററെയും കൂടി ചേർത്തിട്ടൊരു AI ജനറേറ്റഡ് ഇമേജ് വന്നിരുന്നു. അതായത് ഒരു ആക്ച്വൽ പിക്ചറിൽ മിനിസ്റ്ററുടെ അടുത്ത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്ന ആ പോലീസ് ഓഫീസറുടെ പടത്തിൽ നിന്ന് ആ കൈ ഇങ്ങനെ പിടിച്ച കൈയെടുത്ത് ചുരുട്ടി പിടിച്ച കൈയാക്കി കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന തരത്തിലേക്ക് ആ വനിതാ പോലീസ് ഓഫീസറുടെ പടം വെച്ചിട്ട് ഒരു AI ജനറേറ്റഡ് പടം വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചതാകാം എന്ന തരത്തിലേക്കൊക്കെ ഉള്ളൊരു ഒരു നറേഷൻ്റെ ഷെയ്ഡ്സ് സോഷ്യൽ മീഡിയ വഴി പ്രസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ,
അപ്പോൾ അതാണ് എത്ര ഹീനമായ കാര്യങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കള്ളപ്രചരണങ്ങൾ മാത്രമാണല്ലോ. അത് ഫാക്ട് ചെക്കിൽ തെളിഞ്ഞൊരു ചിത്രമാണ്. അതെ, അത് മാത്രമല്ല, ഞാൻ കണ്ടത് AP എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. AP ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ AI ചെയ്തവർ അത് മായ്ക്കാനായിട്ട് മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ആക്രമണം നടത്തുക, ആ ആക്രമണത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇത് പ്ലാൻഡ് ആണ് എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളും ചിന്തിക്കുക. ഞാൻ ആലോചിച്ചതാണ് ആ ഒരു സീനിൽ ആ സമയത്ത് മിനിസ്റ്ററെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന ഉത്തരവാദിത്വം ചുമതലയായിട്ടുള്ളൊരു വനിതാ ഓഫീസർ അതിൽ പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ കൂടി ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കുക, ആക്രമണം ഉണ്ടായി ദേഹോപദ്രവം ഏൽപ്പിക്കുക, ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെയൊന്നും അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചാൽ ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരാൾ ഒരു ആക്രമണം ഏൽക്കുന്നു, ആക്രമണം ഏൽക്കുമ്പോൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ള ഫോട്ടോകൾ AI സഹായത്തോടെ നിർമ്മിച്ചിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം വന്ന് വലിയ വാർത്തയായി കഴിഞ്ഞ് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ ഒരു അടിവരായിട്ട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററുടെ അടുത്ത് പോലും KSU പ്രവർത്തകർ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ സംശയിക്കും? അതാണ് അദ്ദേഹം പറഞ്ഞ അതിനകത്ത് പറഞ്ഞ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററുടെ അടുത്ത് പോലും KSU പ്രവർത്തകർ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണോ KSU പ്രവർത്തകർ ഇവിടെ വന്നത്? ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണോ, ഞങ്ങൾ ഇത്ര ദൂരമേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ KSU പ്രവർത്തകർ അവിടെ വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യം, വിഷ്വൽസിൽ തന്നെ പറയുന്നുണ്ട്, KSU ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ മറ്റ് ജില്ലക്കാരാണെന്ന് പറയുന്നില്ല, ഒരു KSU പ്രവർത്തകർ തന്നെയാണോ? ഇവർ അടുത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത് തന്നെ വരുന്നതായിട്ടുള്ള വിഷ്വൽസ്, ദൃശ്യങ്ങളുണ്ടല്ലോ, അവരുടെ വിഷ്വൽസ്. അപ്പോൾ അവരാണല്ലോ ക്യാമറകളുമായിട്ട് വന്നത്, അപ്പോൾ അവർക്ക് വേണ്ട വിഷ്വൽസ് മാത്രമാണ് പുറത്തു വിടുക. അതാണല്ലോ, അതായത് അവരുടെ വിഷ്വൽസ്, അവർ കുറേ പേരുമായിട്ട് വരുന്നു, അവർക്ക് വേണ്ട വിഷ്വൽസ് പുറത്തു വിടുക എന്നു. ആ വിഷ്വൽസിനകത്ത് തന്നെ ഉള്ളതാണ് ഒരാൾ അകത്തേക്ക് ഈ വലയം ഭേദിച്ചു വരുന്നു എന്നുള്ളത് അതിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആദ്യം തന്നെ തെറ്റാണ് എന്നുള്ളത് വ്യക്തമായില്ല. അങ്ങനെ ഒരു തെറ്റായി ഇതുപോലൊരു സന്ദർഭങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ പ്രതികരിച്ചാൽ, പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഭവിഷ്യത്തില്ലേ? കാരണം KSU പ്രവർത്തകരും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇങ്ങനെയൊക്കെ തുടർന്നും പെരുമാറാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ? അപ്പോൾ ചുമതലപ്പെട്ട ആളുകൾ ഇക്കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സമചിത്തതയോടെ അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ കുറെ കൂടി ഉയർന്നു പ്രവർത്തിക്കേണ്ടതാണ്, പെരുമാറേണ്ടതാണ് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മിനിസ്റ്റർക്ക് തോന്നി. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവരുടെ എല്ലാ അനുവാദത്തോടെയും ഇവരുടെ അംഗീകാരത്തോടെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. ഇതിനൊരു കണ്ടിന്യൂറ്റിയും കാണുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങയുടെ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. അതെ, അതിനു മുൻപ് ശവപ്പെട്ടിയുമായിട്ടൊരു സമരം, അതായത് പത്തനംതിട്ടയിൽ ശവപ്പെട്ടിയുമായിട്ടുള്ളൊരു സമരം നടത്തി. അതിന് ശേഷം മൃതദേഹത്തിലാണ് റീത്ത് വെക്കുക, റീത്ത് കൊണ്ടുവെക്കുന്നൊരു നടത്തി. അതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു ചോദ്യമില്ലേ, മുമ്പ് ചോദിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിനൊരു ഉത്തരം ഇതിൽ ഉണ്ടോ അവർക്ക്? അപ്പോൾ എന്നിട്ട് റീത്ത് കൊണ്ടുവെക്കുന്നു, പിന്നെ മറ്റ് സമരങ്ങൾ നടക്കുന്നു. അതിനുശേഷം കായികമായിട്ടും ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ അന്ന് അരങ്ങേറിയ സമരങ്ങളൊക്കെ ഗ്ലാസ്സിൽ വന്നടിക്കുക, അല്ലെങ്കിൽ ഫ്ലാഗ് പോസ്റ്റ് വളയ്ക്കാനായിട്ട് ശ്രമിക്കുക, ഇതൊന്നും സാധാരണ നിലയിൽ നടക്കുന്നതല്ല. അതിനുശേഷമാണ് കായികമായിട്ട് വർദ്ധിച്ചു. അതേ ആളുകൾ തന്നെയാണോ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആക്രമിച്ചത് എന്നുള്ളത് കൂടി അപ്പോൾ കായികമായിട്ട് നേരിടുക എന്നുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ അംഗീകാരത്തോടെ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരുടെ ലക്ഷ്യം കായികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരാളെങ്കിലും ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു വിഷ്വൽസ് ഉണ്ടായിരുന്നിട്ടും ഇവരടുത്ത് വന്നില്ല എന്ന് പറയണമെങ്കിൽ എത്ര മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു സമീപനമാണ് ഉള്ളത്. ഇവർക്കത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയോ ആ നിലയിലുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഇവരറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രതിപക്ഷ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മിനിസ്റ്ററുടെ അഭിനയമാണെന്ന് വരെയാണ് പറഞ്ഞത്. അതിൽ
ഇവരിൽ നിന്നൊക്കെ ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇതിലൊക്കെ അഭിനയിക്കുന്നവർക്കാണ് ഇത് അഭിനയമാണ് എന്ന് തോന്നുക. ഇപ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അഭിനയിച്ചവരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കാണ് ഇത് അഭിനയിച്ചതായിട്ട് തോന്നുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ എൻ്റെ മുന്നിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷ്വൽസ് ഇല്ലായിരുന്നെങ്കിൽ ഇവർ പറയുമായിരുന്നു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുമായിരുന്നു. ഇവർ തന്നെ ആക്രമിച്ചവർ തന്നെ കൊണ്ടുവന്ന് വിഷ്വൽ എടുത്ത് പുറത്തേക്ക് എത്തിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് പറയുമായിരുന്നു, അത് മന്ത്രി സ്വപ്നം കണ്ടതാണ്, മന്ത്രി ഊഹിച്ചതാണ്, അവിടെ SFIയും DYFIയും ആണ് പ്രതിഷേധിച്ചതെന്ന് ഇവർ പറയുമായിരുന്നു ഉറപ്പായിട്ടും. അപ്പോൾ ഏത് കാര്യത്തെയും അത് കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഉള്ള വല്ലാത്ത കഴിവ് അവർക്കുണ്ട്. ഞാൻ അതിലൊന്നും പറയുന്നില്ല. കാരണം നമുക്കത്ര ആ ഒരു സാഹചര്യത്തിലൂടെ അതിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസം അനുഭവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു പ്രതികരണത്തിനൊന്നും മറുപടി അർഹിക്കുന്ന പ്രതികരണങ്ങളല്ല. ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയെ, വീണ ജോർജ് എന്നുള്ളതല്ല, ആരോഗ്യമന്ത്രിയെ തളർത്താനാണ് ഇതിലൂടെയൊക്കെ ശ്രമിച്ചതെങ്കിൽ അതിലവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ, എന്നെ തളർത്താൻ വേണ്ടിയിട്ട്, ആരോഗ്യ മേഖലയെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ കാണണം. ആത്യന്തികമായിട്ടുള്ള അവരുടെ ലക്ഷ്യം കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ഞാൻ നേരത്തെ കുറച്ച് കണക്കുകൾ പറഞ്ഞിരുന്നല്ലേ, ഒരു ദിവസം ഇത്ര 3000 ഡയാലിസിസ് ചെയ്യുന്നു, 200 ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നു. എവിടെയാണ് UDFൻ്റെ കാലത്തെ ആശുപത്രികളുടെയും, അന്ന് 12 ആശുപത്രികൾ ഡയാലിസിസ് നടന്നിടത്ത് 125 ആശുപത്രികൾ. അന്ന് കരൾമാറ്റുരോഗ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല, ഇന്ന് കരൾമാറ്റുരോഗ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്നു. അന്ന് സാധാരണ ലാബ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് കാത്ത് ലാബുകൾ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇന്ന് ജില്ലാ ജനറൽ ഹോസ്പിറ്റലുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ, ഹൃദ്രോഗ ചികിത്സയും ന്യൂറോളജിയുടെയൊക്കെ ഉൾപ്പെടെ, സ്ട്രോക്കിൻ്റെ, പക്ഷാഘാതത്തിൻ്റെ ഉൾപ്പെടെ ചികിത്സ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് അവയവമാറ്റ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് അവരുടെ കാലത്ത് 30,000 രൂപയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷം നമ്മുടെ സ്കീമുകളിൽ പെടുത്തി ധനസഹായമായിട്ട് നൽകിയിരുന്നത്. ഇന്ന് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ്. അന്ന് 40,000 കുടുംബങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇന്ന് 42.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത്. അപ്പോൾ ഈ വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ്. അന്ന് അവരുടെ കാലത്ത് ഒരു ആശുപത്രി പോലും NQS അക്രഡിറ്റഡ് ആയിരുന്നില്ല. ഇന്ന് 500-ൽ പരം ആശുപത്രികൾ NQS അക്രഡിറ്റഡ് ആയി. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സർക്കാർ മെഡിക്കൽ കോളേജുകൾ. എല്ലായിടത്തും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ സൗകര്യങ്ങൾ ചികിത്സാ മേഖലയിലും അക്കാഡമിക് രംഗത്തും വർദ്ധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ തകർത്തിട്ട് ഇവർക്ക് എന്താണ് നേടേണ്ടത്? ഇവർക്ക് നേടേണ്ടത് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്കായി, ഡയാലിസിസിനായി, SMAയ്ക്കായി സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളെ ഇവിടെ നിന്ന് മാറ്റി അടർത്തി മറ്റൊരിടത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടേക്ക് കടന്നു വരുന്നത് സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത്, സ്വകാര്യ കുത്തകകൾ. അതെ, അവിടേക്ക് തന്നെ കേരളത്തിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ രംഗത്തേക്ക്, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്കൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുമായി കോർപ്പറേറ്റ്സ് കടന്നു വരുന്ന ഒരു കാലമാണ്. അപ്പം ഇത് വളരെ ഒട്ടും നിഷ്കളങ്കമല്ലാത്ത വളരെ ഗൗരവമുള്ളൊരു നെക്സസ് ഇതിനകത്തുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 വർഷത്തെ പരാതികൾ മാത്രം എടുത്താൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് 600 പരാതികളാണ്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ നിന്ന് 47 പരാതികളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സമാനമായിട്ടുള്ള സംഭവങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും സർക്കാർ ഹോസ്പിറ്റലും എത്തിയാൽ ഈ പറയുന്ന ആളുകളുടെ നിയോജക മണ്ഡലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒരക്ഷരം ചോദിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യജീവൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പോൾ അത് സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ഗുണം, സർക്കാർ സംവിധാനത്തിൽ ഇത് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. തെറ്റുകളുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നുള്ളതാണ്. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ പോകുന്ന ഒരു രീതി സ്വകാര്യ കുത്തകൾ, ഇപ്പോൾ ചെറിയ സ്വകാര്യ ആശുപത്രികളല്ല കേട്ടോ, അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ 1750ഓളം ചെറിയ സ്വകാര്യ ആശുപത്രികൾ പൂട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായി കേരളത്തിൽ.
ഇത് ഈ കുത്തകളുടെ കടന്നുവരവ് കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലെല്ലാം തന്നെ 80-90% ഷെയറുകൾ ആഗോള കുത്തകൾ കൈക്കലാക്കി കഴിഞ്ഞു. അതിൽ കേരളത്തിന് പുറത്ത് ഒരു ബെഡിന് 1.5 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ കേരളത്തിൽ അത് 2.5 കോടി രൂപയാണ്. അപ്പോൾ എന്താണ് ഈ 2.5 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം? അത് ലാഭമാണ്. ആ ലാഭം എങ്ങനെയാണ് കിട്ടുക? അത് പേഷ്യൻസിലൂടെയാണ് കിട്ടുക, പേഷ്യൻസിൻ്റെ ബില്ലിലൂടെയാണ് കിട്ടുക. അപ്പോൾ കൂടുതൽ രോഗികളെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഈ തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതിനാണ് കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു സംശയമുണ്ട്, ഇതൊക്കെ ശരിയാണോ, ഇതിനെന്താ ഡേറ്റയുള്ളത്? കാരണം ഈ നമ്മുടെ ചികിത്സാ ചെലവ് വല്ലതും കുറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഇത്രയും കാത്ത് ലാബ് സ്ഥാപിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ അതിൻ്റെ റിപ്പോർട്ട്. 75ാമത്തെ റിപ്പോർട്ടും 79ാമത്തെ റിപ്പോർട്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 75ാമത്തെ റിപ്പോർട്ടിൽ പറയുന്നു നഗരപ്രദേശങ്ങളിൽ നമുക്ക് ചിലവാകുന്നതിൻ്റെ ഒരു പകുതി തുക മാത്രം. നേരത്തെ 23,000 ചില്ലുവാനമാണ് നഗരപ്രദേശത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 13,000 കുറഞ്ഞിരിക്കുന്നു. അതുപോലെ ഗ്രാമീണ മേഖലകളിൽ 17,000 ആയിരുന്നെങ്കിൽ അത് 10,000 താഴെയായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ചികിത്സാ ചെലവ് കുറഞ്ഞു വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട്. അത് ഈ തരത്തിലുള്ള ഇടപെടലുകളിലൂടെ സാധ്യമായതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലാബുകളെ ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ. അപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ള ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ചന്ദനപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ലാബിൽ പോയി പരിശോധിക്കാം. അവിടെ ചെയ്യാൻ കഴിയുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചിട്ട് എൻ്റെ ഫോണിൽ റിസൾട്ട് കിട്ടത്തക്ക രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് മാറുമ്പോൾ 2 ഗുണമാണ്. എനിക്ക് ഓട്ടോ പിടിച്ച് പത്തനംതിട്ടയിൽ പോകണ്ട, എനിക്കല്ലെങ്കിൽ അടൂർ പോകണ്ട, എനിക്ക് ഈ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതിയാകും. അവിടെ പോയി ഏറ്റവും സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷെയർ കുത്തകകൾ എന്ന് പറയുമ്പോൾ അതിൽ മരുന്ന് കമ്പനികൾ പലതും ഇത്തരത്തിലുള്ള ആശുപത്രികൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം കൂടി ഡോക്ടർമാർ, സർക്കാർ സംവിധാനത്തിലുള്ളവരല്ലാതെ പുറത്തുള്ള ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കും. ഈ അവസാനത്തെ ഈ സമരത്തിന് ആധാരമായി പറയപ്പെടുന്ന അല്ലെങ്കിൽ സമരത്തിൻ്റെ മറവിൽ ആക്രമണം നടത്തുന്നതിന് ആധാരമായി പറയുന്ന കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പോലുമല്ല വീണ ജോർജ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ നേരത്തെ മീഡിയയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗം അതാണ്. ഇത്തരം കാര്യങ്ങളെ കുറെ കൂടി അനലിറ്റിക്കലായി സമീപിക്കാനും അതിൽ മാധ്യമങ്ങളുടെ ഒരു റോൾ എടുത്ത് ശരിയും തെറ്റും പറയാനും അല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തോടടക്കം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന നിലയിലേക്കുള്ള ആ മാധ്യമ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ വല്ലാതെ പിന്നോട്ട് പോയിട്ടുണ്ടോ? മിനിസ്റ്ററുടെ ഒരു വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും ഉണ്ട്. പറഞ്ഞതുപോലെ ഏതോ കാലത്ത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? അവിടെ സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യം ഒരുക്കുക, മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുക, HR ഉൾപ്പെടെ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇനി ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇനി ഇവിടെ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഏതോ കാലത്ത് നടന്ന വിഷയങ്ങളെ ആ കാലത്തുണ്ടായിരുന്നില്ലാത്ത എന്നിലേക്കത് ബന്ധിപ്പിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്, ഇവിടെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളത് നോക്കി. അതായത് 2021 പുതിയ സർക്കാർ ഗവൺമെൻറ് ഇല്ല, അന്ന് ഗവൺമെൻറ് ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് LDF അധികാരത്തിലേക്ക് വരുമെന്ന നിലയിൽ 10-ാം തീയതി അഡ്മിറ്റ് ചെയ്യുന്നു, സർജറി 10, 15-ന് ഡിസ്ചാർജ്. സർക്കാർ വരുന്നത് 20-ാം തീയതിയാണ്. അത് അന്നാണ് താങ്കൾ ആരോഗ്യമന്ത്രിയാവുന്നത്. 2021 മെയ് മാസത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ. അപ്പോൾ അത് ഇതല്ലാതെ സൃഷ്ടിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ട്, നരേറ്റീവ്. ഇങ്ങനൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതിൽ ചില മാധ്യമങ്ങൾ വളരെ മനഃപൂർവ്വം കൂട്ടുനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരിടത്ത് ഒരു മരണം ഉണ്ടായപ്പോൾ ആദ്യം വന്ന വാർത്ത ഫുഡ് പോയ്സണിങ് ആണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ എനിക്കെതിരെയുള്ള ഇതെന്താണെന്നറിയോ? നിങ്ങൾക്ക് രാജിവെച്ചുകൂടെ മന്ത്രി? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ മന്ത്രി? നിങ്ങൾ എന്തിനാണ് ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? നിങ്ങൾക്ക് പോയി രാജിവെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞങ്ങ് വലിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ അവസാനം എന്താ? പിറ്റേ ദിവസം ഈ സൂയിസൈഡ് നോട്ട് കിട്ടി, ആത്മഹത്യ ചെയ്താണ്. പക്ഷേ ഈ ആൾ പറഞ്ഞത് ആ സ്പേസിൽ അവിടെ കിടക്കുകയാണ്, അതിങ്ങനെ ചുറ്റുമാണ്. അപ്പോൾ ഇയാൾ ഇത് തിരുത്തുന്നില്ല. ഇത് വളരെ ബോധപൂർവം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മന്ത്രിയെ കൂക്കി വിളിച്ചു,
ആരെ? മന്ത്രിയാണോ? അല്ല. പക്ഷേ ഇത് പ്ലേസ് ചെയ്യാണ് ഓരോരുത്തടത്ത്. ഇപ്പം അത് പക്ഷേ അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവർ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ബോധപൂർവം ചെയ്യുന്നത് തിരുത്തുന്നില്ല എന്നുള്ളതാണ്. ബോധപൂർവ്വം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയും അത് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിലുള്ള ഒരു വളരെ പോസിറ്റീവായ കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഞാനത് നോക്കിയതാണ്. അതായത് ഇതേ ദിവസങ്ങളിൽ മാതൃഭൂമിയുടെ ഒരു പോസ്റ്റ്, ഒരു കാർഡ്, സോഷ്യൽ മീഡിയ കാർഡാണിത്. അതിൽ എഴുതിയിരിക്കുന്നത് വീണ ജോർജ് എവിടെയെന്ന് പകൽ മുഴുവൻ അഭ്യൂഹം, വീട്ടിൽ വിശ്രമത്തിലെന്ന് രാത്രി പത്രക്കുറിപ്പ്. ഇത് കാണുന്നൊരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്തയും ചിത്രവും എന്താകും? കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ അതിൽ ഒന്നുമില്ല, ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയെന്ന് പകൽ മുഴുവൻ അഭ്യൂഹം, വീട്ടിൽ വിശ്രമത്തിലെന്ന് രാത്രി പത്രക്കുറിപ്പ്. 28-ാം തീയതി ഇറക്കിയതാണ് മിനിസ്റ്റർ. 28 എന്ന് പറഞ്ഞാൽ ചികിത്സയുടെ സമയമാണ്. അതെ 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 അതെ. ഞാൻ പരിയാരത്ത് നിന്ന് ഇവിടേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ഡോക്ടർമാർ MRI സ്കാനും കണ്ടതിന് ശേഷം 4 ദിവസത്തെ ഒരാഴ്ചത്തെ പൂർണ്ണമായ വിശ്രമം പറഞ്ഞു, കോളർ ഇടണം എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം മൂവ്മെൻറ്റ്സ് ഉണ്ടപ്പം വേദന ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് വീട്ടിൽ വന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിരാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ എന്തിനാ അതിരാവിലെ പുറപ്പെട്ടു എന്ന ചോദ്യവും ഞാൻ കേട്ടു. അപ്പോൾ ട്രാഫിക് കുറവുള്ള സമയം എന്നുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ചൂസ് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ നിന്ന് വിമാനത്താവളത്തിൽ ഞാൻ പൊതുവേ എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ സാധാരണ റോഡിൽ കാറിൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. എല്ലാവരും എന്നോട് പറയും ഇത്രയും കാറിൽ പോകരുത് ട്രെയിനിലോ ഒക്കെ പോകണം എന്നുള്ളത്. പക്ഷേ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ എപ്പോഴും കാറിൽ സഞ്ചരിക്കുന്നത്. ട്രെയിനില്ലാത്തൊരു പത്തനംതിട്ട ജില്ലയുടെ ഒരു ജീവിതത്തിൽ നിന്നുണ്ടായതാകാം. അതെ അതെ അതെ. എനിക്കതിൽ ഇനി പോകണമെങ്കിൽ നമുക്ക് തിരുവല്ലയിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള ഏതാണ്ട് 1 മണിക്കൂർ അവിടെ നിന്ന് ഞാൻ താമസിച്ചിടത്ത് നിന്നുള്ളത്, പിന്നെ അവിടെ ഉള്ള വെയിറ്റിംഗ്, പിന്നെ അത് ഇടയ്ക്ക് ഇറങ്ങിയിട്ടാണ് വരിക, അത് പിന്നെ അവിടെ തിരുവനന്തപുരത്തെത്തി, പിന്നെ വീണ്ടും 2.5 മണിക്കൂർ തിരിച്ചുള്ള. അപ്പോൾ എല്ലാം കൂടെ ആ സമയം തന്നെ എനിക്ക് റോഡ് മാർഗം ഇവിടേക്ക് എടുക്കുള്ളൂ. അതുമാത്രമല്ല എനിക്ക് പൊതുവിൽ എന്നെ വളരെ അടുത്തറിയുന്നവർക്കും അറിയാം, വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇത് എനിക്ക് അത് സ്വകാര്യ വാഹനത്തിലാണ് വന്നത്. കാരണം വലിയ ജർക്ക് ഇല്ലാതെ ഇടയ്ക്ക് നിർത്തി ആണ് വന്നത്. നിർത്തി ബന്ധു വീടുകളിൽ 2-3 ഇടത്ത് കയറി വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശ്രമം എടുത്തുകൂടിയാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. പക്ഷേ അതിന് നൽകിയൊരു പ്രചരണം അത് വലിയ രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വ്യാഖ്യാനങ്ങളും അതൊന്നും സാരമില്ല, ഇതിൻ്റെ ഭാഗമല്ലേ, അതൊക്കെ നടക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു കായികമായ ആക്രമണം ഫിസിക്കൽ ഇത് നടത്തിയതിന് ശേഷം ആ നടത്തിയവർ പറയുകയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നടത്തിയവർ പറയുകയാണ് ഇത് വെറുതെയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഇത് പറയുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത്, ക്ഷതം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അതൊക്കെ മനുഷ്യത്വപരമല്ലാത്തൊരു കാര്യമാണ്. അതിനെയൊക്കെ അവരുടെ മനസ്സും അവരുടെ മനസ്സാക്ഷിക്ക് അത്രേ ഉള്ളൂ. ഈ ആക്രമണത്തിന് വിധേയയായ ആളാണ്, അത് ആരോഗ്യമന്ത്രിയാണ്. ആ ആരോഗ്യമന്ത്രി അതിനുശേഷം ചികിത്സ തേടുന്നു, MRI സ്കാൻ എടുക്കുന്നു, ഡോക്ടർമാർ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അത് ഫോളോ ചെയ്തിരിക്കുമ്പോഴും ഇതൊന്നും ബാധകമല്ല എന്ന മട്ടിൽ കണ്ണും പൂട്ടി പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റത്തെ തെറ്റായ ഒരു രീതി തന്നെയാണ്. ഒരു കേരളം പോലൊരു സമൂഹത്തിന് യാതൊരു തരത്തിലും ചേർന്നതേയല്ല, യാതൊരു സംശയമില്ല. അത് ആ നിലയിൽ ആളുകൾ അത് തിരിച്ചറിയുകയും അതിനെതിരായി പറയുകയും ചെയ്യുന്നു കൂടിയുണ്ട്, യാതൊരു സംശയമില്ല. അപ്പം മിനിസ്റ്റർ ഇത്തരം മനുഷ്യരോട് ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്, റീത്ത് വീടിന് മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ പറഞ്ഞു ഈ റീത്ത് കേരളത്തിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമാണ് ജനങ്ങൾ നൽകാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ മറുപടിയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ശരിയല്ലാത്ത രീതിയിൽ സമരത്തെ തന്നെ മോശപ്പെടുത്തും രീതിയിൽ പെരുമാറുന്നവരോട് കൊടുത്ത ഒരു രാഷ്ട്രീയമായ മറുപടി അതിലുണ്ടായിരുന്നു. അത് നല്ല ഗൗരവമുള്ളൊരു വാർത്തയായി എന്ന് വരികയും ചെയ്തിരുന്നു. ഈ കൂട്ടരോട്, ഇപ്പോൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയവരോട് മന്ത്രിയുടെ മറുപടി എന്താണ്? ഇതിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത് ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ സമരം ചെയ്യാം, പ്രതിഷേധിക്കാം, അതിനെല്ലാം അവകാശങ്ങളുണ്ട്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ല. ഇതൊരു ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളൊരു ശാരീരിക ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ശാരീരിക ആക്രമണത്തെ തുടർന്നിട്ട്
അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിൽ മനസാക്ഷിയോ മനുഷ്യത്വമോ ഉള്ളൊരു സമീപനം ഈ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ആക്രമിച്ച ആളുകളുടെ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജനങ്ങളത് തിരിച്ചറിയും. ജനങ്ങൾ അതനുസരിച്ച് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ആളുകളുടെ നമ്മുടെ അടുത്ത് വന്ന ആളുകൾ പ്രതികരണം, അതുപോലെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അത് സത്യം മാത്രമേ വിജയിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ അതിനെതിരെയുള്ള ഇപ്പോൾ ചികിത്സിച്ചവരല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരുമൊക്കെ മന്ത്രിയോട് കുറേ കാലമായിട്ടുള്ള അടുപ്പം വെച്ചൊക്കെ അന്വേഷിക്കാനും ചോദിക്കാനും ഒക്കെ വരില്ലേ? അവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ശാരീരിക അവസ്ഥയിലൂടെയാണല്ലോ മന്ത്രി കടന്നു പോകുന്നത്. അതെ അതെ അതെ. എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെ ഇന്നിവിടെ വന്നിരുന്നു. പരിയാരത്തുനിന്ന് ഡോക്ടർ തിരക്കി വന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിക്കുന്നുണ്ടോ, കാരണം അവർ ആ ദിവസം മണിക്കൂറുകളിൽ അവർ എന്നെ കണ്ട ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ തിരക്കി വന്നിരുന്നു. മറ്റു ഡോക്ടേഴ്സും മറ്റ് സഹപ്രവർത്തകരും വരുന്നുണ്ട്. പിന്നെ ഇതിൽ ചില മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, ഒരു ചാനലിൽ എനിക്കെതിരെ ഒരു ഡെസ്ക് പ്രവർത്തിക്കുന്നു. സാധാരണ നമ്മൾക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ഡെസ്കുകളാണ് നമുക്കുള്ളത് നമുക്കറിയാലോ. ഇത് ഒരു വ്യക്തിക്കെതിരെ ഒരു ഡെസ്ക് പ്രവർത്തിക്കുക, ആ വ്യക്തിക്കെതിരെ വാർത്തകൾക്ക്, അപ്പം അവർക്ക് എന്തോ വീണാവിരുദ്ധ ഡെസ്ക് എന്നായിരിക്കും. അതെ അതെ അതെ. ഞാൻ ആരോഗ്യ വിരുദ്ധ ഡെസ്ക്, ആരോഗ്യ വകുപ്പ് വിരുദ്ധ അറിയില്ല. ഏതായാലും ആ ഡെസ്ക് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. 10 വർഷമായിട്ട് എന്നെ പിന്തുടർന്ന് വിശ്രമമില്ലാതെ 10 വർഷമായിട്ട് ആക്രമിക്കുന്നുണ്ട്. 10 വർഷം തുടർച്ചയായിട്ട് പിന്നാലെ നടന്ന് ആക്രമിക്കുന്നുണ്ട്. അതിൽ ഒരു വാർത്ത പോലെ എല്ലാം പുച്ഛം, പരിഹാസം, ആക്രമണം, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എന്താണ് പിന്തുടർന്നുള്ള ആക്രമണം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. 2 സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ അത് അവർ തുടർന്ന് വരുന്നുണ്ട്. ആ ഒരു വ്യക്തിവിരോധത്തിൻ്റെ മാധ്യമരംഗത്ത് അങ്ങനെ ഇപ്പം മിനിസ്റ്റർ വളരെ സ്പെസിഫിക്കായി പറഞ്ഞ ഒരു വ്യക്തിവിരോധത്തിൻ്റെ ഒരു പ്രശ്നം അവതരിപ്പിച്ചല്ലോ. അതെന്താണ് അതിൻ്റെ ഒരു? അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഈ വ്യക്തിവിരോധം വരത്തക്ക പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവരൊന്നുമല്ല ഞങ്ങളാരും തന്നെ. പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരാണല്ലോ. അവരുടെ സ്ഥാപനത്തിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അനേകം തവണ അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു വൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ അന്ന് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് യോഗ്യതാ പരീക്ഷ പാസ്സായിരുന്നില്ല. അപ്പോൾ അന്ന് ആ ജോലി ലഭ്യം ആകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഈ ജോർജ് ജോസഫ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു സമയത്താണ്. അപ്പോൾ നേരത്തെയാണ്, ഇപ്പോഴൊന്നുമല്ല, വളരെ നേരത്തെയാണ്. അങ്ങനെ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. അന്ന് യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് യോഗ്യതാ പരീക്ഷ പാസ്സാകാതെ ഇരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് അന്ന് ആ ജോലി കിട്ടിയില്ല. അങ്ങനൊരു കാര്യമേ അല്ലാതെ എനിക്ക് അറിയുള്ളൂ. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു ഒന്നിച്ചു വരികയോ ഒരു വിരോധം ഉണ്ടാകുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് പിന്നീട് ജോലി കിട്ടിയതായിട്ടും അറിയാം. യോഗ്യതാ പരീക്ഷയൊക്കെ പാസ്സായിട്ട് പിന്നീട് ജോലി കിട്ടിയിട്ടുള്ളത് അറിയാം. പക്ഷേ ഇത് വൈഫിൻ്റെ കാര്യത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇനി അതായിരിക്കുമോ അറിയില്ല. ഏതായാലും 10 വർഷമായിട്ട് ഈ നിലയിലുള്ള ആക്രമണവും പിന്തുടർന്നുള്ള ഡെസ്കും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യം. അന്ന് വൈകുന്നേരത്തെ ചർച്ചകളുണ്ടല്ലോ. ആ വൈകുന്നേരത്തെ ചർച്ചയിൽ ഒരു ചാനലിൻ്റെ ചർച്ചയിലെ പാനൽ ഞാൻ കണ്ടത് താങ്കൾ പറഞ്ഞ പോലെ പൂർണ്ണമായും വിയോജിക്കുകയും അധിക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന വാർത്താവതരണം 1, 2 അപ്പുറത്തൊരു KSU പ്രവർത്തക, 3 കോൺഗ്രസ് അനുകൂല മാധ്യമ പ്രവർത്തകൻ, 4 രാഷ്ട്രീയ നിരീക്ഷകനായി ദീർഘകാലം ചാനലുകളിൽ കാണുകയും പിന്നീട് RSP മറ്റോ ഒരു പാർട്ടിയിൽ കയറുകയും ചെയ്ത പാർട്ടി മെമ്പർ ആകുകയും ചെയ്ത ഒരാൾ. മന്ത്രി വീണ ജോർജ് ആക്രമിക്കപ്പെട്ട ദിവസത്തെ ചർച്ചയിൽ എന്താണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യം വരികയാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. പറഞ്ഞിട്ടപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആകാനാണ് സാധ്യത. അപ്പോൾ അവരാണ് അപ്പോൾ അവരങ്ങനെയാണല്ലോ ചെയ്യുക. എന്നെ ഈ 10 വർഷം തുടർച്ചയായിട്ട്
പിന്നാലെ ഈ നിരന്തരമായിട്ട് കള്ള വാർത്തകൾ ചെയ്യുകയും എതിർ വാർത്തകൾ ചെയ്യുകയും എന്തൊക്കെ അസത്യപ്രചരണങ്ങൾ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി, എന്തൊക്കെ അപമാനിക്കുന്നതിന്, വ്യക്തിഹത്യ ചെയ്യുന്നതിന്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ചർച്ചകൾ, ഇതെല്ലാം നടത്തി 10 വർഷമായിട്ട് പിന്നാലെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇത് അവർക്കൊരു തരത്തിലുള്ളൊരു ഇത് നടത്തുന്ന ആൾക്കുള്ളൊരു സംതൃപ്തിയായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഡെസ്ക്, ഞാൻ ആരാണ് അങ്ങനെ ഒരു ഡെസ്ക് എനിക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഡെസ്ക് അവിടെ പ്രവർത്തിക്കുക, എനിക്കെതിരെ വാർത്തകൾ നൽകുക എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മാധ്യമത്തിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ചില വ്യക്തികളുടെയും കൂടി ഉണ്ട് കേട്ടോ, ചില വ്യക്തികളുടെ കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. മിനിസ്റ്റർ, പലതരം ക്യാമ്പയിൻ നടക്കുന്നതിനെക്കുറിച്ച്, കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ പലതരം ക്യാമ്പയിൻ നടക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു ചിത്രം, അങ്ങയുടെ ചിത്രം വന്നപ്പോൾ കയ്യിൽ ഒരു ബ്ലഡ് സ്പോട്ടിൻ്റെ ഒരു പാർട്ട് കാണിച്ച് അത് റൗണ്ട് ചെയ്തൊക്കെ കാണിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കൂട്ടർ ഇതിന് മുമ്പേ മിനിസ്റ്ററുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ എന്ന തരത്തിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു തലം സൃഷ്ടിക്കാൻ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. എന്തായിരുന്നു അതിൻ്റെ വസ്തുത? ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നതാണ്. ഇങ്ങനെ ഒരു മുറിവിനെ കുറിച്ച് ഞാനോ അവിടെ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇന്നലെയാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഇത് ചില മാധ്യമങ്ങൾ പറയാണ് ഇതാണെന്ന് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ല പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുകയാണ് ഇതിലൂടെ അല്ല നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കായിക ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ട് അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും അതിൻ്റെ ആ ഗൗരവത്തിൽ നിന്ന് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവ്വം. അപ്പോഴാണ് ഓരോന്നിങ്ങനെ ഇത് കണ്ടോ, പക്ഷേ ഇതിങ്ങനില്ല, ഇത് കണ്ടോ, ഇതിങ്ങനില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആക്രമണം നടന്നിട്ട് അതുണ്ടോ, അതില്ല, ഇതുണ്ടോ, ഇതില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ലല്ലോ. ആരോ എവിടെയോ വാർത്ത കൊടുക്കുന്നു, അവർ തന്നെ സൃഷ്ടിക്കുന്നു, അവർ തന്നെ അങ്ങനെയല്ല എന്ന് പറയുന്നു. അതിനൊന്നും നമുക്ക് ഉത്തരവാദിത്വം ഉള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കുന്നതിനോ ഗൗരവം കുറയ്ക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ മുൻ മാധ്യമ പ്രവർത്തകയല്ലായിരുന്നു എങ്കിൽ, വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണെങ്കിൽ കുറേ കൂടി ജെന്യുവിനായി മീഡിയ അപ്രോച്ച് ചെയ്തതിനെന്ന് തോന്നിയിട്ടുണ്ടോ? മുൻ മാധ്യമ പ്രവർത്തകയായത് മാധ്യമ രംഗത്ത് കൂടെ പ്രവർത്തിച്ചവർ, ഇപ്പോഴും ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നവർ ഒക്കെ ആ രീതിയിൽ കാണുന്നില്ല. എവിടെയൊക്കെയോ അസ്വസ്ഥജനകമായിട്ട് വീണ ജോർജിനെ കാണുന്നു. ഒരു മുൻ മാധ്യമ പ്രവർത്തക അല്ലായിരുന്നെങ്കിൽ താങ്കളെ കുറെ കൂടി നന്നായി റിവ്യൂ ചെയ്തതിനും തോന്നിയിട്ടുണ്ട്. അല്ല, ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ചില മാധ്യമ പ്രവർത്തകർ വളരെ ശരിയുടെ പക്ഷത്ത് നിലനിന്ന് പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട് വാസ്തവത്തിൽ. കാരണം ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ശരിക്കൊപ്പം സത്യത്തിനൊപ്പം നിലനിന്നതിന് എനിക്ക് അവരോട് തീർച്ചയായിട്ടും ഞാൻ അവരോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു 10 വർഷത്തെ അനുഭവം. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വകുപ്പ് ആരോഗ്യ മേഖലയാണ്. ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ദൃശ്യമാണ് ഈ മാറ്റങ്ങൾ. അപ്പോൾ അത് ഇതിനൊരു കാരണമാണ്. അതിൻ്റെ കൂടെ ഒരു ഘടകമായിട്ട് നമുക്ക് മറ്റേത് കൂടി കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്ന് നടന്നിട്ടുള്ളത് ആരോഗ്യ മേഖലയിലാണ്. ജനങ്ങളെ നേരിട്ട് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന. അതെ. ഇപ്പം തന്നെ ഈ ഒരു മാസം 2780 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. IOT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, രാജ്യത്തെ ആദ്യം, ലോകത്ത് 3ാമത്തേത്. ഇപ്പോൾ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CCRC, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമല്ലേ. RCC നേരത്തെ 500 ബെഡ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1000 ബെഡാണ്. അപ്പോൾ 14 നിലകളുള്ള പുതിയ കെട്ടിടങ്ങൾ. ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലേക്ക് വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴഞ്ചേരി ആശുപത്രി 30 കോടി രൂപയുടെ പുതിയ കെട്ടിടം, പത്തനംതിട്ട ആശുപത്രി, റാന്നി ആശുപത്രി നിർമ്മാണം നടക്കുന്നു, അടൂർ ആശുപത്രി നിർമ്മാണത്തിന് സജ്ജമായി, മെഡിക്കൽ കോളേജിൽ ക്ലാസ് നടക്കുന്നു, അവിടെ നഴ്സിംഗ് കോളേജ് തുടങ്ങി, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട തുടങ്ങി. അങ്ങനെ ഓരോ ജില്ലകളിലും, തിരുവനന്തപുരത്തോ പാറശാല മുതൽ ഇനി വർക്കല വരെ ഓരോ ജില്ലകളിലും നമ്മൾ. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നുള്ള MLA ആണല്ലോ
പറഞ്ഞു, പ്രതിപക്ഷ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു ഘട്ടമാണിത് എന്ന് അദ്ദേഹം പരസ്യമായി വളരെ സത്യസന്ധമായി അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യ മേഖലയാണ് എന്നുള്ളത് കൂടി ഇതിന് കാരണമാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായ കല്ലേറുണ്ടാകും, പക്ഷേ അത് ശാരീരികമായ ആക്രമണത്തിലേക്കും മറ്റും മാറുന്നത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനും കഴിയില്ല, അത് ശരിയുമല്ല എന്നുള്ള വളരെ ശക്തമായ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം തന്നെയാണ് അടിസ്ഥാനപരമായി ഉണ്ടാവുക, യാതൊരു സംശയമില്ല. മീൻസ് ആ നിലയിൽ കേരളം അങ്ങേക്കൊപ്പം ഉണ്ട് താനും. ഓക്കെ, താങ്ക് യു.